ഇന്നലെ 1:30 മണിക്ക് രാത്രി 1:30 മണി ആയപ്പോഴത്തേക്ക് ഈ പറയുന്ന VD സതീശൻ ഫ്ലൈറ്റ് വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നു. മീഡിയക്കാർ പൊതിയുമായിരുന്നു. കാരണം എന്താണ്, ഇന്നലെ എന്തായിരുന്നു ഡൽഹി ചർച്ചകളും കാര്യങ്ങളും അറിയാൻ വേണ്ടി ആയിരിക്കാം. മീഡിയക്കാരുടെ കാര്യം ഞാൻ പറയാമല്ലോ, അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ. മൊത്തം ഞാൻ കൂടുതലും കണ്ട നീലക്കോയിലിനകത്തായിരുന്നു ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ. അവന്മാർ പിന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ഓക്കെ, ഇന്നലെ 1:30 സമയപ്പോൾ പുള്ളി എല്ലാ മീഡിയക്കാരോട് പറയുന്നത് കേൾക്കണം, വിഷമത്തോടെ സംസാരിക്കുക എന്ന് കാണുമായിരുന്നു. ഓക്കെ, ഇന്നലെ VD സതീശന്റെ ഇങ്ങനത്തെ മുഖങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത സമയത്ത് കാണാൻ തുടങ്ങി. കാരണം രാഹുലിന്റെ വിഷയത്തിൽ ഞാൻ ഒരുപാട് വിമർശിച്ച ഒരു വ്യക്തിയായിരുന്നു ഈ VD സതീശനെ. പക്ഷേ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ മനുഷ്യന്റെ ഇതുകൊണ്ടാണ്. അദ്ദേഹത്തിന് യോഗ്യതയുണ്ട് മന്ത്രിയാവാൻ വേണ്ടി. പിന്നെ ഇപ്പം ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ KC വേണുഗോപാൽ മാറി എന്നാണ് പറയുന്നത്. ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും ഈ പറയുന്ന VD ആയിരിക്കാം. ഈ രണ്ടുപേരുടെ പേരാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഒരു നറുക്ക് രണ്ടുപേരും കൂടെ ആകുമ്പോൾ 2.5 വർഷം ഭരിക്കുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറ. ആരാദ്യം വേണം? ആദ്യം രണ്ടാമതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ആദ്യം രമേശ് ചെന്നിത്തലയും രണ്ടാമത് ഈ പറയുന്ന VD വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായമായിട്ട് നിങ്ങൾ എത്തിക്കോ. VD മന്ത്രിയായിട്ട് വരണം എന്നാഗ്രഹമുള്ളവർ മാത്രം ഒന്ന് ലൈക്ക് അടിച്ച് മാത്രം VD മാത്രമായിട്ട് വന്നാൽ മതി എന്നുള്ള എൻ്റെ കണക്കൊന്നും അറിയാൻ വേണ്ടിയാണ്. ബാക്കിയൊക്കെ നിങ്ങൾ കമൻറ്റിലുണ്ട്. നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ് ചെയ്യുക. ആരും അങ്ങനെ സബ് ചെയ്യുന്നില്ല. ഇപ്പോൾ പൊളിറ്റിക്സ് എടുത്തുകൊണ്ടാണ് തോന്നുന്നു ആരും അങ്ങനെ സബ് ചെയ്യുന്നൊന്നുമില്ല. എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോ ഒന്ന് കാണാം. എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഓക്കെ, പിന്നെ വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതുവരെ പോയില്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് രാവിലെ 2 ദിവസം കൊണ്ട് കുറെ മീഡിയക്കാർ നിൽപ്പുണ്ട്, നിങ്ങളിപ്പോൾ ഇതുവരെ പോയില്ല എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പുള്ളിയുടെ ഒരു വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, ഞാൻ ഒരുപാട് വിമർശിച്ച ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ. ഇപ്പൊ എന്താണെന്ന് അറിയത്തില്ല, പുള്ളി ഓക്കെയാണ്. കാരണം ആ കോൺഗ്രസിന്റെ ആ ഒരു തിരിച്ചുവരവ് കണ്ടപ്പം ഭയങ്കര അതിന് പുള്ളിയെ കൈയടിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് നെഗറ്റീവ് തോന്നിയത് രാഹുലിന്റെ വിഷയത്തിലായിരുന്നു, കേറ്റാമായിരുന്നു എന്നുള്ള രീതിയിൽ. പക്ഷെ ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പാർട്ടി നിരത്ത് മാറ്റി ഉള്ള രീതിയിലാണ്. അത് വേറെ ഒന്നുമല്ല, ചിലപ്പോൾ അത് ഇലക്ഷൻ സമയത്ത് അത് പറഞ്ഞിട്ട് ചിലപ്പോൾ എതിർ പാർട്ടികൾക്ക് ഇത് ചെയ്യാം. പിന്നെ എന്താണ്, പിന്നെ ആണെങ്കിലും തിരിച്ചു കയറ്റാം. അപ്പം ഞാൻ ആ ഒരു വിഷയത്തിൽ അറിഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ VDയും രാഹുലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഉടനെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞ് കയറ്റാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. ഓൾറെഡി രാഹുൽ കോൺഗ്രസിൽ തന്നെയാണ് എന്നുള്ളൊരു ഉറപ്പും കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ന്യൂസിലോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കൊടുത്തിരിക്കണം. അത് VDയുടെ ലൈക്കായിട്ട് മാത്രം. ബാക്കി RCയുടെയും VCയുടെയും ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയോ. വേണുഗോപാൽ ഈ കളത്തിലേ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് ഉച്ചയ്ക്ക് എനിക്ക് അറിഞ്ഞത്. നമ്മൾ ഈ പൊളിറ്റിക്സിലൊക്കെ ഉണ്ടോണ്ട് കുറേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് KC വേണുഗോപാൽ ഈ ഫ്രെയിമിലേ ഇല്ല എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ഈ 2 പേരായിരിക്കും. രമേശ് ചെന്നിത്തല പിന്നെ ഇത്രയും വർഷം സീനിയറാണ്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഒരു മര്യാദയും ഉണ്ട്. പക്ഷേ ജനങ്ങളുടെ തീരുമാനത്തോടെ ഞാൻ യോജിക്കത്തുള്ളൂ. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി. അതിന് നമുക്ക് ന്യൂസ് ഒക്കെ ഒന്ന് കണ്ടുപോകാം. മുഖ്യമന്ത്രി ആരെന്നതിൽ പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന് സൂചന. ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും കേരളത്തിൽ മടങ്ങിയെത്തി. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി പോൾ. രമേശ് ചെന്നിത്തല ഭയങ്കര ചിരിയാണ്, എന്താണെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ അങ്ങ് ചിരിച്ചങ്ങ് മരിക്കുകയാണ്. ഒടുക്കത്തെ സന്തോഷം. ഇനി വല്ല ഓഫർ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നും പറയാൻ പറ്റത്തില്ല. ചുളുവിന് ഗോൾ അടിച്ചതിന്റെ ഒരു സന്തോഷമാണോ എന്ന് പറയാൻ പറ്റില്ല. ഡൽഹിയിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, നാളെയാണോ പ്രഖ്യാപനം? നാളെ ഉണ്ടായേക്കുന്നുള്ള ചില സൂചനകൾ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും ലഭ്യമായിരിക്കുന്നത്. കാരണം ഇനി അധികം വൈകാതെ ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിലുള്ള ഒരു കടമ്പ എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഉള്ളത്. അദ്ദേഹം മടങ്ങിയെത്തിയാൽ സോണിയാഗാന്ധിയുമായി ഈ വിഷയം ചർച്ച ചെയ്യും എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. സോണിയയുമായി ചർച്ച ചെയ്തതിനു ശേഷം അവരുടെ അഭിപ്രായം കൂടി ആരാഞ്ഞുകൊണ്ടാകും ഹൈക്കമാൻഡ് ഈ വിഷയത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് എത്തിയാലും പൂർണ്ണ രീതിയിൽ അത് ഉൾക്കൊള്ളണമെന്ന നിർദ്ദേശം ഇന്നലെ തന്നെ 3 നേതാക്കൾക്കും നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കൂടി ഒരു അഭിപ്രായം ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഒരിക്കൽ കൂടി ആരായും എന്നുകൂടിയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ AK ആന്റണി അടക്കമുള്ളവരുടെ ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ തേടിക്കൊണ്ടാകും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ 3 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഓരോ നേതാക്കളെയും പ്രത്യേകം കാണുകയും അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് വളരെ കൃത്യമായി തന്നെ അത് കേൾക്കുകയും ചെയ്തു. നേതാക്കൾ നമ്മൾ രമേശ് ചെന്നിത്തലയും ഒക്കെയായി സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങളും ഒക്കെയായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ 3 പേരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ അവർക്ക് 3 പേർക്കും ഹൈക്കമാൻഡുമായുള്ള ഒരു ഇന്നലെ നടന്ന ഒരു ചർച്ചയിൽ അവർ 3 പേരും വലിയ
സ്ഥിതിയിൽ തന്നെയാണുള്ളത്. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിക്കാനും അവരെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ പറയുന്നത്. ഏറ്റവും അവസാന നിമിഷം ഒരു ഇഞ്ച് പോലും ഈ മുഖ്യമന്ത്രി സ്ഥാനമെന്ന ആവശ്യത്തിൽ നിന്ന് 3 പേരും പിന്നോട്ട് പോയിട്ടില്ല. ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് വലിയ ആശയക്കുഴപ്പത്തിലേക്ക് അടക്കം എത്തിച്ചിരിക്കുന്നത്. കാരണം എന്താണ് ഈ ഘട്ടത്തിൽ മാനദണ്ഡമാക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഇന്നലെ 3 പേരും കൂടെ വന്നിട്ട് കുറെ പ്രസംഗിച്ചായിരുന്നു. എല്ലാവരും കേട്ട് കാണുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഫ്ലെക്സും കാര്യങ്ങളും എല്ലാം നീക്കം ചെയ്യണം, ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ള രീതിയിൽ നിങ്ങൾ അണികട മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് നൈസായിട്ട് കൂടി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഈ ഒരു കാര്യത്തിൽ KC ആണ് എടുത്ത് ചാടിയത്. കാരണം സുധാകരൻ മത്സരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇവരെല്ലാവരും കൂടെ എല്ലാവർക്കും അറിയാം ഇടപെട്ട കാര്യങ്ങളെല്ലാം A to Z കാര്യം എല്ലാവർക്കും അറിയാൻ MP ആയിട്ട് മത്സരിച്ചവരാരും MLA ആയിട്ട് മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഓക്കെ, അതിന് ചെറിയൊരു ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞ് ഇപ്പം ഇലക്ഷനുമായി റിസൾട്ടും വന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇതേ കിടക്കുന്ന KCക്ക് മുഖ്യമന്ത്രിയാവണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. താഴ്ത്തട്ടില്ല. കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ താഴ്ത്തട്ടി കിടക്കുന്നവന്മാർ എല്ലാം ചെയ്ത് കൊണ്ടുവന്നും നല്ല ലെവലിൽ കൊണ്ടുവന്നിട്ട് എല്ലാം നേതാക്കന്മാരെ കൊണ്ട് ഞെളിഞ്ഞങ്ങോട്ട് നിന്നിട്ട് ഇളിപ്പോടെ നിൽക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം നാണം കെട്ട നാറികൾ. ഞാൻ അങ്ങനെ പറയും. അങ്ങനെ ചില ആൾക്കാരുണ്ട്. അങ്ങനെ വന്നിട്ട് ഗോൾ അടിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്, സത്യസന്ധമായിട്ട് പറഞ്ഞാല അതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഏറ്റവും വലിയ റോങ് ആണ്, വലിയൊരു റോങ് ആണ്. ഇപ്പോൾ KC ഇപ്പോൾ കാണിച്ചത് ജനങ്ങളുടെ മുന്നിൽ അതൊരു വെറുപ്പാണ്. അടുത്ത ഇലക്ഷൻ അത് ഇദ്ദേഹത്തിന്റെ പ്രശ്നമാകും. പാർലമെന്റ് ഇലക്ഷൻ വരുന്നുണ്ട്. 2-3 വർഷം കഴിയുമ്പോൾ പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോഴും ഈ KC നിൽക്കേണ്ടതാണ്. KC അതൊന്ന് ആലോചിച്ച് നോക്കണം. ശോഭാ സുരേന്ദ്രനെ തോപ്പിച്ചാണ് ഈ പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന്. അതേ KC ഇനിയും നിൽക്കേണ്ടതാണെന്ന് ആലോചിച്ച് നോക്കിയേ. പ്രധാനപ്പെട്ടത് ഹിന്ദി ഇനി പിടിച്ചെടുക്കണം. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അത് പിടിച്ചെടുത്തേ പറ്റത്തുള്ളൂ. അതിന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയത്ത് ഇവിടെ കിടന്ന് തമിഴടിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, കേരളം മാത്രമേ ഉള്ളൂ തമിഴ്നാട് ഒക്കെ ഒഴുകി നിൽക്കുന്നത്. ബാക്കിയെല്ലാം BJP തൂക്കിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും നിന്റെയൊക്കെ തമ്മിൽ പഴം പറഞ്ഞാൽ കൂടി പോകും. നിർത്തിയില്ലെങ്കിൽ വലിയൊരു വില കൊടുക്കേണ്ടി വരും. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയുന്നത്. ജനങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കൊടുക്കേണ്ട ഇപ്പം സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. ഈ വരുന്ന തലമുറയെ പിടിച്ചെടുക്കാൻ നോക്കുക. ഈ കമ്മ്യൂണിസ്റ്റത്തിനെ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ സിനിമയെ കണ്ട അതും വിപ്ലവവും അതും ഇതും മറ്റേത് മറിച്ചതും കൂടെ അതാണ് ഈ പിള്ളേർ തലയിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കമ്മ്യൂണിസം വെച്ച് നോക്കുവാണെങ്കിൽ അതൊരു വിഷമാണ്. ഈ ലഹരി സംബന്ധമായിട്ടുള്ള കുറേ വിഷയങ്ങളും കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുക, അതിനെ ഇത് ചെയ്യുക, ഈ പാർട്ടി കൊണ്ട് ഇതൊക്കെ നടക്കത്തുള്ളൂ. അത് വേറെ കാര്യങ്ങൾ. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഇതിനെല്ലാം ഒരു തടയിടേണ്ട സമയത്ത് ഇവിടെ കോൺഗ്രസ് തമ്മിലടിച്ചുകൊണ്ടിരുന്ന എന്താണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെ കൂടി അഭിപ്രായം തേടിക്കൊണ്ടായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് തന്നെ എത്തുക. ഏതാണെങ്കിലും ഇനി അധികം വൈകിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ നാളെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയോ ഇന്ദിരാഗാന്ധിയോ എല്ലാ ഗാന്ധിമാരും കൂടെ ഇരുന്നൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഇതുപോലെ. ഒന്നെങ്കിൽ രമേശ് 2.5 വർഷം, മീഡിയയിലിപ്പം 2.5 വർഷം അങ്ങനെ ആയിരിക്കാം, 2-3 വർഷമൊക്കെ ആവാനായിരിക്കും ചാൻസ്. ഓക്കെ, എന്തായാലും നല്ല ഭരണം കാഴ്ചവെക്കുക, ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക. എനിക്കത് മാത്രമല്ല, ആര് വന്നാലും ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക. എനിക്ക് അത്രയും പറയാനുള്ളൂ. അവർ ഹാപ്പി ആയിരിക്കണം. പിന്നെ ഈ ബസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഫ്രീ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ, അതൊക്കെ നല്ല രീതിയിൽ പോവുക. തൊഴിലിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് PSC പിള്ളേർ നല്ല റാങ്കോടെ പാസ്സായിട്ട് പോലും ജോലി കിട്ടാതെ കീഴിൽ കൂടെ കയറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കളയുക. സ്ട്രോങ് ആയിട്ട് ഇവരൊക്കെ കൂടെ നിൽക്കുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്ഡേറ്റുകളും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. ബൈ, ലവ് യു.